ഹായ് ഗൈസ്, ട്രെയിനുകളിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ്. ട്രെയിനിലെ ഫുഡൊക്കെ നമുക്കറിയാം, അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഫുഡായിരിക്കും. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഫുഡ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ എന്താ ചെയ്യുക നമുക്ക് നോക്കാം. അതിന് IRCTCയുടെ ഈ സൈറ്റിൽ ഒന്ന് കയറുക. IRCTCയുടെ സൈറ്റിൽ നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യാം. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ ആൾക്കാർ സപ്ലൈ ചെയ്യുന്ന ഫുഡ് അല്ലാതെ IRCTCയുടെ സൈറ്റിൽ നമുക്ക് ഫുഡ് ബുക്ക് ചെയ്താൽ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് സ്റ്റേഷൻ ഉണ്ടാവും. ആ സ്റ്റേഷനിൽ നമ്മുടെ സീറ്റിലേക്ക് അവർ ഫുഡ് സപ്ലൈ ചെയ്യും. റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, എന്നാലും നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. അപ്പം അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ IRCTCയുടെ സൈറ്റിൽ കയറുക. ഓർഡർ ഫുഡ് ഇൻ ട്രെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ PNR നമ്പർ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിന് പോകുന്ന റൂട്ടിന് ഇവർ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ചെയിനുകൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് അവിടേക്കൊക്കെ നമ്മുടെ ഏത് സ്റ്റേഷനിൽ എത്തിയിട്ടാണോ നമുക്ക് ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ സ്റ്റേഷനിൽ ഫുഡ് നമ്മുടെ സീറ്റിലെത്തിക്കും. അത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഫുഡായിരിക്കും. ട്രെയിനിൽ സപ്ലൈ ചെയ്യുന്ന ലോക്കൽ ഫുഡൊന്നും ആയിരിക്കില്ല. നമുക്ക് ഈ ഡൊമിനോസ് അതുപോലത്തെ നല്ല പേര് കേട്ട ഫുഡ് ചെയിനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ഡൊമിനോസ് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പിസയോ ഗാർലിക് ബ്രെഡോ അങ്ങനത്തെ ഇതിൽ അവിടെ ഓരോ ഇതുണ്ടാവും. പിന്നെ അതുപോലെ ഡെലിവറി സ്റ്റേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഷൊർണൂരിൽ കയറിയിട്ട് പിന്നെ നമുക്ക് കണ്ണൂരിൽ നിന്നാണ് ഫുഡ് വേണ്ടത് വെച്ചാൽ അത് ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മുടെ ഈ PNR നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേഷൻ കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതാ അവരുടെ മെനു ഇതുണ്ടാവും. പിസ്സ മെനു, അങ്ങനെ നമുക്ക് വെജോ നോൺ വെജോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് സെലക്ട് ചെയ്യാം. മിനിമം ഓർഡർ 300 രൂപയാണ്. പിന്നെ ഡൊമിനോസ് എന്നാകുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ കുറച്ച് പേര് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഡൊമിനോസിൻ്റെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെജ് പിസ ആണെങ്കിൽ 269 രൂപയാണ് ക്ലാസിക്കിന് വരുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ PNR നമ്പർ എൻ്റർ ചെയ്യണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിയ PNR നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്തിട്ട് PNR നമ്പർ അടിച്ചു കൊടുത്തിട്ട് അതിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്താൽ നമുക്ക് ഏത് സ്റ്റേഷനിലാണ് ഫുഡ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ സ്റ്റേഷനിലേക്ക് സപ്ലൈ ചെയ്യും. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഈ ട്രെയിനിലൊക്കെ കൊണ്ടെടുക്കുന്ന ആ ഓയിലി ആയിട്ടുള്ള ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതൊക്കെ കഴിച്ചാൽ വയറ് കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വേറെ ആപ്പുകളുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് IRCTCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി ഡൊമിനോസ് അല്ലെങ്കിൽ വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്, ലഞ്ച് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏത് സ്റ്റേഷനിലാണ് നമുക്ക് ഫുഡ് വേണ്ടത് വെച്ചാൽ ആ സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് ഫുഡാണ് ഇപ്പോൾ ഡബിൾ എഗ് ചപ്പാത്തി റോൾ, എഗ് ചീസ്, അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഓരോന്നിലും മിനിമം ഓർഡർ വേറെ ആയിരിക്കും. ഇപ്പോൾ ലഞ്ച് ബോക്സിൽ കാണുന്നത് 99 രൂപയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാം. വയറ് കിടന്ന് ഫുഡ് പോയ്സൺ ഒന്നും അടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരം